3 പതിറ്റാണ്ടുകാലം കേരളത്തിന്റെ സംഗീതഹൃദയം കവർന്ന ജനകീയ ഗായകൻ എച്ച് മെഹബൂബിന്റെ 45ാം ചരമദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രിയപ്പെട്ടവർ സംഗീതാർച്ചന നടത്തി. ഫോർട്ട് കൊച്ചി സിറിൽസ് ഹാളിൽ നടന്ന അനുസ്മരണം മുൻമന്ത്രി വി.എം. സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പഴയകാല ഗാനങ്ങൾ പുനർജനിച്ച വേദിയിൽ സംഗീതപ്രേമികളും സഹപ്രവർത്തകരും ചേർന്ന് ആ മഹാഗായകന്റെ സ്മരണകൾക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ചു. 3 പതിറ്റാണ്ടുകാലം കേരളത്തിലെ പ്രത്യേകിച്ച് കൊച്ചിയിലെ സംഗീത പ്രേമികളെ തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ത്രസിപ്പിച്ച ജനകീയ ഗായകൻ എച്ച് മെഹബൂബ് എന്ന മെഹബൂബ് ബായിയുടെ 45ാമത് ചരമദിനത്തിൽ മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയും സുഹൃത്തുക്കളും അദ്ദേഹത്തിന് സ്മരണാഞ്ജലിയായി സംഗീതാർച്ചന നടത്തി. ഓർക്കസ്ട്ര പ്രസിഡന്റ് ഷമീം പൂവത്തിന്റെ അധ്യക്ഷതയിൽ ഫോർട്ട് കൊച്ചി സിറിൽസ് ഹാളിൽ ചേർന്ന സ്മരണാഞ്ജലിയിൽ ജനറൽ സെക്രട്ടറി കെ.എ. ഹുസൈൻ ആമുഖ പ്രഭാഷണം നടത്തി. ആ ഒരു അനുഭവം വളരെയേറെ അന്ന് പോകാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം, എന്താവശ്യത്തിനും ഏത് സമയത്തും നിനക്ക് എന്നെ വിളിക്കാം എന്നുള്ളൊരു വാക്ക് എനിക്ക് തന്നിട്ടാണ് സാർ. അപ്പൊ ഇന്ന് ഈ കാലത്ത് സംഘടനയാണ് അദ്ദേഹത്തിന്റെ നാമധേയം നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. 85-ൽ ഇതിന്റെ ആദ്യ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിബ് കോഴിക്കോട് വെച്ചിട്ടാണ്. ആ നാളുകളിൽ സംഗീത നാളുകളിൽ എമ്മും അതിൻ്റെ സുഹൃത്തുക്കളും കൈകോർത്ത് പിടിച്ചും കൊണ്ട് ഈ 45 വർഷക്കാലം അതിന് ഒരു കോട്ടം പറ്റാതെ ഇവിടം വരെ എത്തിക്കുകയും. മുൻ കേരള നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയുമായ വി.എം. സുധീരൻ സംഗീതാർച്ചനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ട് മെഹബൂബ് ഓർക്കസ്ട്ര എന്ന് പരിചയപ്പെടുത്തി സംസാരിച്ചപ്പോഴാണ് എനിക്ക് കൗതുകം തോന്നിയത്. എൻ്റെ മനസ്സിൽ മെഹബൂബിനൊരു വലിയ സ്ഥാനമുണ്ട്. ഇങ്ങനെയുള്ള ഗാനങ്ങൾ ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഒരു വ്യത്യസ്തമായ സ്വരമാധുര്യമുള്ള വേറിട്ടൊരു സംഗീതധാരയുടെ വക്താവും പ്രയോക്താവുമായിട്ടുള്ള അദ്ദേഹത്തിന് എന്തുകൊണ്ട് അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടിയില്ല? മൺമറഞ്ഞു പോയ മെഹബൂബിനെ പോലുള്ള കലാകാരന്മാരെ സ്മരിക്കാനും പുതുതലമുറയ്ക്ക് അവരെ പരിചയപ്പെടുത്താനും മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര പോലുള്ള സംഘടനകളുടെ ഉദ്യമം വളരെ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കവിയത്രിയും ചിത്രകാരിയുമായ നസീറ നൌഷാദ് രചിച്ച എച്ച് മെഹബൂബിന്റെ ഛായാചിത്രവും കവിയത്രിയായ സുൽഫത്ത് ബഷീർ രചിച്ച പുസ്തകവും സംഘടനയ്ക്ക് വേണ്ടി വി.എം. സുധീരൻ ഏറ്റുവാങ്ങി. ഗായകരായ നൌഷാദ്, യഹിയ, ജൂനിയർ മെഹബൂബ്, മുകേഷ് അഗർവാൾ, ഹംസു, അഷ്റഫ്, മെഹ്താബ്, അയ്യൂബ്, നിസാം ഷാ, ജലീൽ, ബിജു, രാജാമണി, നിതിൻ, താജു, ജോസ് എന്നിവരാണ് ആ മഹാഗായകനെ അനുസ്മരിച്ച് ഗാനങ്ങൾ പാടിയത്. കീബോർഡിൽ ജോസ്, തബലയിൽ തങ്കച്ചൻ, ഗിറ്റാറിൽ ജെയ്സൺ, റിതം പാഡ് ജോൺസൺ എന്നിവർ വാദ്യോപകരണ അകമ്പടിയേകി. മുകേഷ് അഗർവാൾ അവതാരകനായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,